നമസ്കാരം. ഇത് ഇബിനു, നമ്മുടെ എസ് കോളേജിൻ്റെ ഗോൾ കീപ്പറാണ്. എൻ്റെ ശിഷ്യനാണ്. എൻ്റെ കൂടെ 5 കൊല്ലമായിട്ട് ഇബിനു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മറ്റേ AFF D സർട്ടിഫിക്കറ്റ് കഴിഞ്ഞു, പാസ്സായി. ഇപ്പോൾ ഗോൾ കീപ്പിംഗ് കോച്ചായിട്ട് വർക്ക് ചെയ്യണു. പല അക്കാദമികളിൽ ഇബിനു വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സെഷൻ ഗോൾ കീപ്പേഴ്സിൻ്റെ ബേസിക് ട്രെയിനിങ് ഇബിനു ഞങ്ങളെ എസ് കോളേജിൽ തന്നെ ഗോൾ കീപ്പേഴ്സായ സുധീഷും അതുപോലെ തന്നെ നമ്മളെ മുർഷിയും ഇന്ന് ഇബിനുവിൻ്റെ ക്ലാസ് ഇവർ രണ്ടാളെ വെച്ചിട്ട് ചെയ്യിക്കും. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, മതി. ഫസ്റ്റ് നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ഹൈനി ആക്ഷൻസ് കൊടുക്കും, ചെറിയൊരു മൂവ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അവിടുന്ന് ഫസ്റ്റ് ഗ്രിപ്പിങ് ചെയ്യുന്നു. ഓക്കെ, അതിന് ശേഷം അടുത്ത് ചെയ്യാം. ഓക്കെ 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 അതിലേ ചെറിയൊരു കറക്ഷൻ ഉണ്ട് കേട്ടോ. മൂവ്മെൻറ്റ്സ് കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്ന് ബോൾ ഇങ്ങനെ ബാക്കിൽ നിന്നും കളക്ട് ചെയ്യരുത്. പിന്നെ കൈയിൻ്റെ ആക്ഷൻസ് ഇങ്ങനെയും കളക്ട് ചെയ്യരുത്. ബോൾ കളക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിൻ്റെ ഫ്രണ്ടിലായിട്ട് ബോൾ കളക്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, ബോൾ ഈ മൂവ്മെൻറ്റ്സ് വരണം. ഇങ്ങനെ ബോൾ കളക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഗുഡ്. പോട്ടെ സുധീഷ്, പോട്ടെ. ചെറിയ കർശനം കൂടെ കേട്ടോ. ശരി വെച്ചേ. നമ്മളേ കൈ ഇങ്ങനെ കൊണ്ടുവരേണ്ട ഇതാണ്. പോയി അത് രീതിയിലാക്കി. ഓക്കെ, നമ്മളിങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് സമയമാണത്. ഞങ്ങൾ ക്വിക്കായിട്ട് നമ്മുടെ ഈ മൂവ്മെൻറ്റ്സ് ആക്കിയാൽ മതി. കളക്ഷന് ഈ മൂവ്മെൻറ്റിൽ കളക്ട് ചെയ്യുക. ഓക്കെ, പോട്ടെ. ഗുഡ്. ഓക്കെ, ഗുഡ് ഗുഡ്. ഗുഡ്. ഓക്കെ, ഇതിൻ്റെ തന്നെ സെയിം സാധനം ഓപ്പോസിറ്റ് ലെഗിന് വേണ്ടി ചെയ്യും. ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചെസ്റ്റ് ലെവൽ അല്ലെങ്കിൽ പൊക്കിളിനൊക്കെ താഴോട്ട് വരുന്ന ബോളുകൾ ഇങ്ങനെ കളക്ട് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ എപ്പോഴും ലോവർ ബോഡി ഒക്കെ ഒന്ന് താഴ്ത്തുക. പിന്നെ ബോൾ കളക്ട് ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ ക്രോസ് ആയിട്ട് പിടിക്കരുത്. ബോൾ വരുമ്പോൾ കളക്ഷൻ ഇങ്ങനെ തന്നെ ആക്കാൻ നോക്കുക. ബോൾ കളക്ഷൻ ഓക്കെ ഇങ്ങനെ ക്രോസ് ആയതൊക്കെ സ്ഥിരം ശീലമായിരിക്കും. കൈ ഇങ്ങനെ ക്രോസ് ആയിട്ട് വെച്ചിട്ട് അത് നമ്മളെ മൂവ്മെൻറ്റിനെ ബാധിക്കും, അല്ലെങ്കിൽ ഗ്രിപ്പിങ്ങിനെയൊക്കെ ബാധിക്കും. കൈയിൻ്റെ മൂവ്മെൻറ്റ്സ് ഇങ്ങനെ തന്നെ ആവണം. ഇങ്ങനെ കളക്ട് ചെയ്യണം ബോൾ. ഓക്കെ, പോട്ടെ. ഓക്കെ, ഗുഡ്. പോട്ടെ. കൈ ഒരുപാട് ഇങ്ങനെ വൈഡായിട്ടും പോകണ്ട. ബോളിങ്ങനെ അവിടെ ബോൾ സ്വിച്ച് ബോൾ കൈ ഒരുപാട് ഇങ്ങനെ വൈഡായിട്ടും പോകണ്ട. അപ്പോൾ ആ ബോളിങ്ങനെ ഇൻസൈഡിൽ പോവും. പോട്ടെ. ബോൾ ഉണ്ടോ? ആ കൈ ക്രോസ് ആയിട്ട് വരുന്നത് ശ്രദ്ധിക്കട്ടോ. ഓക്കെ, ഇങ്ങനെ കൈ ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് മൂവ്മെൻറ്റ്സിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടാവുക. ഓക്കെ, റെഡി. പോട്ടെ പോട്ടെ. ഓക്കെ, ഗുഡ്. സുധീഷ്, പോ. ആ സ്റ്റഡി ബോഡി ആക്കുന്നതിനേക്കാൾ പകരം മുട്ടൊന്നും കൂടി താഴ്ത്തിയിട്ട് ബോഡിക്ക് അനുസരിച്ചിട്ടേ ബോഡി ഒന്ന് ബെൻഡാക്കി ഇട്ട് ബോൾ പിടിക്കുക. ഇതെന്താ ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെ പിടിക്കുക. ബോഡി ഒന്നുകൂടി കംഫർട്ടാക്കിയിട്ട് നമുക്ക് ബോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കംഫർട്ടാവുന്ന രീതിയിൽ ബോഡി ഒന്നിങ്ങനെ ബോളിനെ സേഫ് ആക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, പോട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ്. മതി. സെയിം മൂവ്മെൻറ്റ് ചെയ്യുക. അതിൽ ഒന്ന് ഫ്രണ്ടിലോട്ട് വരിക, അവിടുന്ന് വെയിറ്റ് ചെയ്യുക. ജസ്റ്റ് നമ്മൾ ഗ്രൗണ്ട് ബോൾ ചെയ്യുക. ഗ്രൗണ്ട് ബോൾ
കളക്ഷൻ്റെ ചെറിയ കറക്ഷൻസ് പറഞ്ഞുതരാം. ചെറിയ ചെറിയ കറക്ഷൻസ് ഇങ്ങനത്തെ ഇതിൽ ഓരോന്നിനും ഡിഫറൻ്റ് ആയിട്ടുള്ള പല കോച്ചസിനും പല ഒപ്പീനിയൻസാണ്. മനസ്സിലായി? പല കോച്ചസും പല ഗോൾ കീപ്പർ കോച്ചുമാരും പല രീതിക്ക് പറയും. ഇപ്പോൾ ചില ഗോൾ കീപ്പേഴ്സ് കോച്ചുമാർ നമ്മളോട് പറയും നമുക്ക് ടോയിൽ നിന്നിട്ട് ബോൾ കളക്ട് ചെയ്യാൻ പാടുള്ളൂ പറയും. ചില ഗോൾ കീപ്പർ കോച്ചുമാർ പറയും നമുക്ക് കംഫർട്ടായിട്ടുള്ള പൊസിഷനിൽ നിന്നിട്ട് ബോൾ കളക്ട് ചെയ്യാമെന്ന് പറയും. അങ്ങനെ പലരുടെ അഭിപ്രായം പലതാണ്. അപ്പോൾ ഓരോ വർക്കൗട്ട്സിലും ഓരോ സംഭവത്തിലും പല സംഭവങ്ങളുണ്ടാവും. അപ്പോൾ അവർ പറയുന്ന തെറ്റ് ഇവർ പറയുന്ന തെറ്റെന്നല്ല, നമ്മൾ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഈ ഗ്രൗണ്ട് ബോൾ ഒരു ഗ്രൗണ്ട് ബോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക, അവിടേക്ക് ഗ്രൗണ്ട് ബോൾ തന്നാൽ മതി. ഓക്കെ, റെഡി? ഓക്കെ, റെഡി? ഇതാണ് നമ്പർ 1 എറർ. മനസ്സിലായോ? ഈ മുട്ട് കുത്തി പോകരുത്. ബോൾ റിസീവ് ചെയ്യുമ്പോൾ മുട്ട് കുത്തി കഴിഞ്ഞാൽ നമ്മുടെ മൂവ്മെൻറ്റ് അവിടെ അവസാനിച്ചു. പകരം ഇതായിരിക്കണം നമ്മുടെ മൂവ്മെൻറ്റ്. ബോൾ ഒന്നുകൂടി ബോൾ ക്ലോസ് ആക്കുക, ഈ കാലം ലെഗ് ഫ്രണ്ടിലോട്ട് വെച്ചാൽ മതി. ഇങ്ങനെ ബോൾ കളിക്കണം. ബോഡി എത്രത്തോളം ബെൻഡാക്കാൻ പറ്റും അത്രത്തോളം ബോഡി ബെൻഡാക്കിയതിന് ശേഷം ബോളിനിങ്ങനെ ഐസ്ക്രീമൊക്കെ നമ്മൾ എടുക്കൂലേ, അതുപോലെ ഇങ്ങനെ ബെൻഡാക്കി കൊടുക്കുക. ബോൾ താനെ കയറി പൊക്കോളും നമ്മുടെ അകത്തോട്ട്. നമ്മൾ കൂടുതൽ ഗ്രൗണ്ട് ബോൾസൊക്കെ വരുമ്പോൾ ഇങ്ങനെ മുട്ട് കുത്തും, പിന്നെ കൈ ഈ ആക്ഷൻസ് വെക്കുമ്പോഴാണ് ബോൾ ഇഷ്ടം അവിടെ ബോൾ വെക്കുക. നമുക്ക് കൺട്രോൾ ഇല്ലാതെ ബോൾ തട്ടിത്തെറിക്കും, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പകരം അതിനുവേണ്ടി എന്ത് ചെയ്യുക, ബോൾഡ് സാധനം കണ്ടോ, അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് കയറി വന്നത്. ഓക്കെ ഓക്കെ, പോട്ടെ. ഗുഡ്. കാല് വൈഡാക്കി വെക്കണ്ട, ബെൻഡാക്കിയിട്ട് വെച്ചോ. ഓക്കെ, കുറച്ചുകൂടെ ബെൻഡാവണം കാല്. ആ കാല് കംപ്ലീറ്റ് വൈഡായിട്ടാണ് പോകുന്നത്. സാധാരണ നമ്മൾ ഗ്രൗണ്ടിൽ കളക്ട് ചെയ്യുന്ന പോലെ തന്നെ കാലൊന്നിങ്ങനെ ബെൻഡാക്കിയിട്ട് വെച്ചിട്ട് ഈ കാലൊന്നിങ്ങനെ ഫ്രണ്ടിലോട്ടാക്കി വെച്ചാൽ മതി. ഇതിങ്ങനെ ക്രോസ് ആയിട്ട് വെക്കുമ്പോഴാണ് മൂവ്മെൻറ്റ്സ് കിട്ടുന്നുണ്ടാവും. ഒന്ന് ബെൻഡാക്കിയിട്ട് വെച്ചിട്ട് ബോൾ കളക്ട് ചെയ്യുക. പോട്ടെ, പോരാ ഒന്നുകൂടെ പോട്ടെ. ഗുഡ്. ആ മുട്ട് കുത്താണ്ടിരുന്നാൽ മതി. പോട്ടെ. ഓക്കെ, സൂക്ഷിച്ച് പോട്ടെ. ഇങ്ങനെ കളിച്ചതിനേക്കാളും പകരം ബോൾ അത്രയും ബെൻഡാക്കിയതിന് ശേഷം ആ ബോളിനെ ഇങ്ങനെ നമ്മുടെ അകത്തോട്ട് കയറ്റിയാൽ മതി. കംഫർട്ടാണ്. നമുക്ക് സേഫായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സേഫായിട്ട് ലാൻഡ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഗുഡ്. കാലൊന്നുകൂടെ അങ്ങോട്ട് ഫ്രണ്ടിൽ ക്ലോസ് ആയിട്ട് കൊടുന്നേ. ഈ ബെൻഡായി വെക്കുന്ന കാല് ഇങ്ങനെ ബെൻഡാക്കിയിട്ട് കാര്യമില്ലല്ലോ, കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് കൊണ്ട്. ഓക്കെ, ഗുഡ്. മുട്ടി നിലത്ത് കുത്തരുത് കേട്ടോ, അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. മുട്ട് നിലത്ത് കുത്തി അടുത്ത് നമ്മളെ മൂവ്മെൻറ്റ് കഴിഞ്ഞു. മൂവ്മെൻറ്റ് നമ്മളത് കഴിഞ്ഞിട്ടില്ല. പോട്ടെ. ഓക്കെ, ഗുഡ്. നമ്മളേ ഗ്രൗണ്ട് ബോൾ കളക്ട് ചെയ്യുന്നതിൻ്റെ ചെറിയ ബേസിക് എക്സാമ്പിൾ ചെയ്യാം. ഓക്കെ, അവിടുന്ന് മൂവ്മെൻറ്റ് എടുത്ത് വന്നു, ഇവിടുന്ന് മൂവ്മെൻറ്റ് എടുത്ത് വരുന്നു. ഗ്രൗണ്ട് ബോൾ കളക്ട് ചെയ്യുന്നതിൻ്റെ ബേസിക് ആ ബോൾ ഇങ്ങോട്ട് തന്നു കേട്ടോ, ശ്രദ്ധിക്കുക. ഇവിടുന്ന് ചെറിയ ഡൈവ് ഫ്രണ്ടിക്ക്. ഓക്കെ, റെഡി? ഇവിടുന്ന് ഇങ്ങനെ അതിന് ആക്ഷൻ തന്നു. പിന്നെ ഗ്രൗണ്ട് ബോൾസിൻ്റെ മൂവ്മെൻറ്റ്സാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ എത്തിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് മൂവ്മെൻറ്റ്സ് ഗ്രൗണ്ട് ബോൾ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള വഴി എന്താ വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് ഈ ലെഗ് ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് ഈ ഡൈവ് ബോളിനെ ബോളൊന്ന് ഇങ്ങനെ കളക്ട് ചെയ്യണം ബോൾ. ഓക്കെ, എങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചോ. ബോളിനെ ഫ്രണ്ടിൽ നിന്ന് കളക്ട് ചെയ്യുക. ഇതിൽ നമുക്ക് വരുന്ന എറേഴ്സ് എന്താ വെച്ചാൽ നമ്മൾ കളക്ട് ചെയ്യുക, ഞാനടക്കം എല്ലാവർക്കും ഉണ്ടാകുന്ന എറേഴ്സാണ്. ബോള് നമ്മൾ ഇവിടുന്ന് കളക്ട് ചെയ്യും. ഇവിടുന്ന് കളക്ട് ചെയ്യുന്ന ഏറ്റവും മണ്ടത്തിലുള്ള പരിപാടി. നമുക്ക് ഈ ബോൾ ജസ്റ്റ് ഒന്ന് കയ്യിൽ നിന്ന് പോയാലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പകരം നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബോളൊന്നുകൂടി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോളിൻ്റെ ബാക്കിൽ നമ്മളെ ബോഡി ഉണ്ട്. ബോൾ ഇവിടെ സേഫാണ്, മനസ്സിലായോ? ഇവിടെ ബോഡി രണ്ട് കൈ ഉണ്ട്, അതിൻ്റെ പുറകിൽ നമ്മുടെ ബോഡി ഉണ്ട്.
അങ്ങനെ ബോൾ കളക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള എക്സാമ്പിളാണ് നമ്മൾ ചെറിയ ഒരു സിക്സാഗിനുള്ളൊരു ഗ്രിഡ് ഇടുക, അതിന് ശേഷം കുറച്ച് ഫ്രണ്ടിലോട്ടായിട്ടൊരു ഷെയ്ഡ് ഇടുക. ഇതൊക്കെ നമ്മൾ ബേസിക് ചെയ്യുന്നവർക്കാണ് പറയുന്നത്. ജസ്റ്റ് ഫ്രണ്ടിലോട്ടൊരു സ്റ്റെപ്പ് ബോൾ കളക്ട് ചെയ്യുക. അങ്ങനെ അത് ചെയ്താലേ ഇമ്പ്രൂവ് ആവുള്ളൂ. ഓക്കെ, ഒരാൾ പോട്ടെ. ഗുഡ്. കുറച്ചുകൂടെ ഫ്രണ്ടിൽ നിന്ന് കളക്ട് ചെയ്യാൻ നോക്കാം ബോൾ. പോട്ടെ. കുറച്ചുകൂടെ ഫ്രണ്ടിൽ നിന്ന് ബോൾ കളക്ട് ചെയ്യണം. ഫസ്റ്റ് ടൈം തന്നെ ബോൾ കളക്ട് ചെയ്യണം. പോട്ടെ. ഗുഡ്. ഫ്രണ്ടിൽ നിന്ന് കളക്ട് ചെയ്യണം ബോൾ. ഒന്നുകൂടെ ഫ്രണ്ടിൽ നിന്ന് കളക്ട് ചെയ്യണം. വാ, പെട്ടെന്ന് പോയിട്ട് ഒന്നുകൂടെ ലാസ്റ്റ് വൺ. ഗുഡ്. പോട്ടെ സുധീഷ്, പോട്ടെ. ഇതാണ് അവൻ്റെ മറ്റേ വീഡിയോ അല്ലേ? അപ്പോൾ ഇഞ്ചുറി വെച്ച് കളിക്കരുത്. അതാണ് നമുക്ക് മെയിൻ കാരണം നമ്മുടെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഹാർഡ് ഗ്രൗണ്ടാണ്. അപ്പോൾ പുറത്തുള്ളപ്പോൾ ഫിസിയോ അങ്ങനത്തെ ആൾക്കാരത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇഞ്ചുറി ആയിട്ട് പോയി കഴിഞ്ഞാൽ അവർ പറയാൻ അങ്ങോട്ട് ഒരു പഞ്ഞിയോ സ്പോഞ്ചോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് കളിക്കാനാണ്. കാരണം ഈ പുറത്തുള്ള ഗോൾ കീപ്പേഴ്സ് ചെയ്യുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ട് നമ്മുടെ നാട്ടിൽ ചെയ്യും. നമ്മുടെ നാട്ടിലത്തെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് അത്രയും ഹാർഡായിട്ടുള്ള ഗ്രൗണ്ടാണ്. അപ്പോൾ ഇവിടത്തേക്ക് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ റെസ്റ്റ് തന്നെ എടുക്കുക. വെറുതെ ഇഞ്ചുറി വെച്ച് കളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസും കൂടി നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ അതിന്ന് ആളുകൾ നമ്മളെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഇഞ്ചുറി ഒന്നും ഇല്ലാണ്ട് നമ്മൾ സെറ്റ് ആകുമ്പോൾ എപ്പോഴാണോ അപ്പോൾ നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങുക. അതായത് നമ്മുടെ 100% ഇടാൻ പറ്റുന്ന സമയം എപ്പോഴാണോ അപ്പോൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുക. ഇഞ്ചുറി വെച്ച് ഇറങ്ങരുത്. ഓക്കെ, ഗുഡ്. ഒന്നുകൂടെ ഫ്രണ്ടിൽ നിന്ന് കളിച്ചു കേട്ടോ. ഓക്കെ, പോട്ടെ. വെരി ഗുഡ്. ഒന്നുകൂടെ ലാസ്റ്റ് വൺ. ഗുഡ്. ആ ബോൾ കളക്ട് ചെയ്യണം. ബോൾ കൈയിൻ്റെ ഉള്ളിലാവണം കേട്ടോ. ഓക്കെ, റിട്ടേൺ ബോൾസ് കൊടുക്കരുത്. ഇനി മൂവ്മെൻറ്റ്സ് ക്വിക്ക് ആവണം. ഗോൾ കീപ്പേഴ്സിന് ഏറ്റവും വേണ്ട കാര്യം മൂവ്മെൻറ്റ്സ് ക്വിക്ക്. ഇവിടെ നിന്നിട്ടല്ല വെയിറ്റിങ്. ഇവിടെ നിന്ന് കഴിഞ്ഞു, ഇവിടെ നിനക്ക് അടുത്ത സ്റ്റെപ്പ് ഇടാനുള്ളതാണ്. ഈ ഫ്രണ്ടിലോട്ട് ഈ മൂവ്മെൻറ്റ് ഇവിടുന്ന് കഴിഞ്ഞു വന്നു. ഇവിടുന്ന് ഈ മൂവ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് കറക്റ്റായിട്ട് ഗ്രൗണ്ട് ബോൾസ് റിസീവ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, പോട്ടെ. ക്വിക്ക് ആവണം. മൂവ്മെൻറ്റ്സ് ക്വിക്ക് ആവണം. ഗുഡ്. തട്ടി പിടിക്കുക ബോള്. ഒന്നര പോട്ടെ. ഗുഡ്. ഓക്കെ, പോട്ടെ. പോട്ടെ. ചെയ്യ്. ലാസ്റ്റ്. പോട്ടെ. വീണ്ടും അവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, മുറിച്ച് ചെയ്തോ. വെരി ഗുഡ് വൺ. ഞാൻ ആ ബോളിൽ നോക്കി ശ്രദ്ധിച്ച ഫസ്റ്റ് ടൈം ഇത് ഡൈവ് ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റിനോട് പോകുന്നതുകൊണ്ടാണ് ആ ബോൾ കിട്ടാത്തത്. ശ്രദ്ധിച്ചോ കണ്ടോ? ആ ബോളിനെ റീഡ് ചെയ്ത് ജഡ്ജ് ചെയ്തിട്ട് വന്നാൽ മതി. ആ ബോൾ എത്ര ഫാസ്റ്റിലാണ് വരുന്നത്, എത്ര ക്വിക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്ക് എത്ര സമയം കൊണ്ട് അവിടെ പോയാലാണ് ആ ബോൾ കിട്ടുക. ഗുഡ്. ആ ബോൾ ഫസ്റ്റ് ടൈം എൻ്റെ കയ്യിൽ എത്തണം കേട്ടോ. ലാസ്റ്റ് ബോൾ. ഗുഡ് വൺ. ഓക്കെ, ഫിനിഷ്.